ലച്ചുവിനെ കൊണ്ട് ഡെന്റൽ ക്ലിനിക്കിൽ വന്നേക്കുക. കഴിഞ്ഞ ദിവസം ലച്ചുവിന് പല്ലുവേദന 2 ദിവസം ക്ലാസ്സിലൊക്കെ പോകാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരക്കുകളൊക്കെ വരാൻ തുടങ്ങി. 4 മണിക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികൾ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് വരിക. ഇവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ ലച്ചുവിന് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ലച്ചു കരയും, വായ തുറന്നു കൊടുക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങളൊരു ഡോക്ടർ റെഫർ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്, ഈ ക്ലിനിക്കിലേക്ക്. ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഗ്യാസ് കൊടുക്കും കുട്ടികൾക്ക് റിലാക്സ് ചെയ്ത് പല്ലൊക്കെ വായൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഗ്യാസ് കൊടുക്കും. അങ്ങനെ ഒരു പ്രാവശ്യം ലച്ചുവിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ റിലാക്സ് ചെയ്ത് വായൊക്കെ കാണിച്ചു കൊടുക്കും. നല്ല ഡോക്ടറുമാണ്, നല്ല ഫ്രണ്ട്ലി. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, കുട്ടികൾ ഒട്ടും ഇരിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി കേട്ടോ. നമ്മൾ ടെൻഷനേ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ലച്ചുവിന് ഗ്യാസും വേണ്ട, ഒന്നും വേണ്ട. ലച്ചു ഡോക്ടർ പറയണ പോലെയൊക്കെ കേൾക്കൂട്ടോ. അത്രയും ഇഷ്ടമാണ് ഇപ്പം ഇങ്ങോട്ട് വരാനൊക്കെ ആയിട്ട്. ഇത് എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്മൈലി ബാഡ്ജൊക്കെ ഇതൊക്കെ ഡോക്ടർ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മൾ ബാല്യ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി നമുക്കിനി വീട്ടിലേക്ക് പോകാം. അപ്പോൾ പഴംപൊരിയാണ് കേട്ടോ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടാക്കിയത്. ലച്ചുവിന് ലൈറ്റായിട്ട് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായി. ഞാൻ ക്യാരറ്റ് ജ്യൂസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് ലച്ചുവിന് കൊടുക്കാൻ വേണ്ടി പോകണത്. 10 ദിവസം കഴിഞ്ഞ് ഇനി പോകണമല്ലോ. അപ്പോഴാണ് ഇനി കട്ടിയുള്ള ആഹാരം എന്ന് വെച്ചാൽ ബേക്കറി ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ.